കണ്ടോ, 2-3 ക്യാബേജിൻ്റെ തൈകളിരിക്കുന്നു. അപ്പം നമുക്ക് ഇവരെയും കൂടെ ഒന്ന് വയ്ക്കാം. ഈ ക്യാബേജിൻ്റെ തൈകൾ എനിക്ക് നമ്മുടെ വിഷ്ണുനഗറിലുള്ള മൂളിയാണ്. നമ്മുടെ കൃഷി ഗ്രൂപ്പ് വഴിയാണ് നമ്മുടെ ഒരുപാട് പേരെ പരിചയപ്പെടുന്നത്. അപ്പോൾ അങ്ങനെ പരിചയപ്പെട്ടതിലുള്ളതാണ് നമ്മുടെ മൂളിക്ക് നിറയെ ഇത് ചെടികളൊക്കെ വിൽപ്പനയും ഒക്കെ ഉണ്ട്, പച്ചക്കറിയുണ്ട്, എല്ലാം ഉണ്ട്, കോഴി വളർത്തലുണ്ട്. അങ്ങനെ മൂളിയിൽ നിന്നാണ് നമുക്കും കോഴി വളർത്താനുള്ള ഒരു പ്രചോദനം കിട്ടിയത്. അല്ലാതെ നമ്മുടെ കൃഷി ഗ്രൂപ്പുകളിലൊക്കെ എല്ലാവരും കോഴി വളർത്തുന്ന കാണുമ്പോൾ എനിക്കും കോഴി വളർത്തണമെന്ന് തോന്നാറുണ്ട്. പക്ഷേ ഇവിടെ ചെറിയ കൂടൊക്കെ ആയത് കാരണം ഞാനിങ്ങനെ വേണ്ടാന്ന് ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് നമ്മുടെ എൻ്റെ കുട്ടികൾക്ക് 5 കോഴിക്കുഞ്ഞ് ഫ്രീ ആയിട്ട് കൊടുത്തത്. അവളൊരു സന്തോഷത്തിന് മക്കൾക്ക് കൊടുത്തു. അപ്പോൾ പിന്നെ നമുക്ക് കുറച്ചും കൂടെ കോഴിയെ കൂടെ വാങ്ങിയാലോ എന്ന് വിചാരിച്ച് ഒരു ബാത്റൂമിന് നമ്മുടെ പുറത്ത് ഒരു ബാത്റൂമിന് കെട്ടിയിട്ടിരുന്ന സ്ഥലമാണ്. അപ്പോൾ അതിൽ ബാത്റൂം നമ്മൾ പിന്നെ ചെയ്തില്ല, അതങ്ങനെ വെറുതെ കിടക്കുകയായിരുന്നു. അപ്പോൾ അതിനകത്ത് നമ്മുടെ ഒരു കഥയൊക്കെ ഒരു ഗ്രില്ലൊക്കെ സെറ്റ് ചെയ്ത് അതിനകത്താണ് പിന്നെ നമ്മൾ കുറച്ച് കോഴിയും കൂടെ വാങ്ങിയൊക്കെ ഇട്ടത്. അങ്ങനെ നമ്മൾ എപ്പോഴും പോകുമ്പോഴും എന്തെങ്കിലും ഒരു ചെടിയോ എന്തെങ്കിലുമൊക്കെ, ചിലത് പൈസ വാങ്ങിയാലും അങ്ങനെ അധികം പൈസ വാങ്ങുന്നില്ല കേട്ടോ. നമ്മുടെ നഴ്സറിയിലുള്ള പൈസയൊന്നും ഇല്ല ചെടിയൊക്കെ. പിന്നെ എപ്പോഴും പോയാലും എനിക്ക് എന്തെങ്കിലും എന്നോട് പറയും, ഏത് വേണമെങ്കിലും എടുത്തോ ചെടികൾ എന്നൊക്കെ പറയും. എന്തെങ്കിലും 2-3 ചെടികളെങ്കിലും എനിക്ക് ഫ്രീ ആയിട്ട് തരാറുണ്ട്. അങ്ങനെ ഇന്ന് ഞാൻ കഴിഞ്ഞ വർഷം ക്യാബേജും കോളിഫ്ലവറും ഒത്തിരി കൃഷി ചെയ്തതോടെ എനിക്കങ്ങ് എന്തോ ഒരു മടുപ്പായി ഇപ്പം ചെയ്യാനായിട്ട്. അതിന് മുന്നത്തെ വർഷവും ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം ഒരു 10-30 ക്യാബേജും കോളിഫ്ലവറും വെച്ചു. അത് കുറച്ച് മാത്രമേ നമുക്ക് ശരിയായി കിട്ടിയുള്ളായിരുന്നു. അതിന് മുന്നത്തെ വർഷമൊക്കെ എനിക്ക് കിട്ടി കേട്ടോ. ഇത് വെച്ചതും കൂടുതലായിപ്പോയി. നമുക്കതിൻ്റെ കുറേ സമയവുമൊക്കെ അതിൻ്റെ പരിചരണത്തിനും ഒക്കെ ആയിട്ട് കളഞ്ഞു. അപ്പോൾ ഈ വർഷം ഞാൻ അങ്ങനെ ഒത്തിരി വയ്ക്കുന്നില്ല എന്നോർത്ത് അങ്ങനെ നമുക്ക് കുറച്ച് തൈകൾ കിട്ടിയത് അത് മാത്രം വയ്ക്കാൻ വേണ്ടി ഒക്കെ വെച്ചതാണ്. പക്ഷെ അത് ഇച്ചിരി വളർന്നു വന്നപ്പം ഞാൻ ഓർമ്മിക്കാതെ എടുത്ത് താഴെ വെച്ചപ്പം എൻ്റെ കോഴി കുഞ്ഞുങ്ങളെ രാവിലെ കുറച്ച് സമയം തുറന്നു വിടുന്ന സമയത്തായിരുന്നു അത്. അവർ വന്ന് ഇലകളെല്ലാം കൊത്തി തിന്ന് രണ്ടാമത് റെഡിയായി വരുന്നതേ ഉള്ളൂ കേട്ടോ. വിത്ത് ഇരിപ്പുണ്ട്, പക്ഷെ ഞാൻ ഈ പ്രാവശ്യം ഇട്ടില്ല വിത്ത്. വേണ്ടാന്ന് വെച്ചു, കുറേശ്ശായിട്ട് ചെയ്യാമെന്ന് ഓർത്തു. അങ്ങനെ എനിക്കത് വളർന്നു വരുന്നതേ ഉള്ളൂ. അപ്പം ഞാൻ ഇങ്ങനെ മോളിയെടുത്ത് പറഞ്ഞപ്പം അവൾ വയ്ക്കാൻ വെച്ചിരുന്നതാണ്. അപ്പോൾ അതിൽ നിന്ന് 3 തൈ എനിക്ക് പൈസ ഒന്നും മേടിച്ചിട്ടില്ല കേട്ടോ, എനിക്ക് തന്നു, നീ കൊണ്ടുപോയി വെച്ചോ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഇന്നതാ നമ്മൾ 3 തൈയും വയ്ക്കാൻ പോകാം. ഇനിയിപ്പോൾ സമയം കഴിയാറായി, എന്നാലും സാരമില്ല, നമുക്ക് ഇലയെങ്കിലും എടുക്കാമല്ലോ. ഞാൻ കഴിഞ്ഞ വർഷം ഇലയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇല എടുത്ത് തോരന് ഒക്കെ വയ്ക്കാൻ ഇലയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ക്യാരറ്റും ഉണ്ടായിരുന്നു. ക്യാരറ്റ് ചെറുത് കിട്ടി. അതുകൊണ്ട് നമുക്ക് കായില്ലെങ്കിലും കുഴപ്പമില്ല, ഇലയെങ്കിലും എടുത്ത് തോരൻ വയ്ക്കാം. നമ്മുടെ ക്യാബേജും കോളിഫ്ലവറും ഒക്കെ നമ്മൾ നടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാനുള്ളതെന്ന് വെച്ചാൽ, എനിക്ക് കഴിഞ്ഞ വർഷം അതിന് മുന്നത്തെ വർഷമൊക്കെ എനിക്ക് അബദ്ധം പറ്റിയിട്ടുണ്ട്. ഇപ്പോഴാണ് നമ്മൾ ഓരോന്ന് പഠിച്ചു വരുന്നത്. ഈ തൈകളൊക്കെ വയ്ക്കുമ്പോൾ നമ്മുടെ ചട്ടിയുടെ 1/4 ഭാഗം മാത്രമേ മണ്ണ് വയ്ക്കാവൂ. എന്ന് പറഞ്ഞാൽ ഇവരൊക്കെ വളർന്നു വരുമ്പോൾ അവർക്ക് മണ്ണ് കൂട്ടി കൊടുക്കണം, എന്നാലേ അവർക്ക് നല്ല വളർച്ച ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ അത് കാരണം നമ്മളൊരു 1/4 ഭാഗത്തോളം മണ്ണ് ആദ്യം എടുത്താൽ മതിയാവും. മണ്ണ് ആദ്യമേ ഒത്തിരി എടുത്താൽ പിന്നെ ഇവരെ തണ്ട് നീണ്ടു പോകും, നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പിന്നെ അതിൽ നിന്ന് മണ്ണൊക്കെ കുറേ കോരിയെടുത്തു, അങ്ങനെയൊക്കെ ചെയ്തു. അതുകൊണ്ട് ഇപ്പം അതേ കുറച്ചേ മണ്ണ് വച്ചിട്ടുള്ളൂ കേട്ടോ. നമുക്ക് വളർന്നു വരും തോറും അപ്പോഴായിട്ട് വളവും മണ്ണും കൂടെ കൂട്ടി കൊടുത്താൽ മതി, നന്നായിട്ട് വളർന്നു വരും. നമുക്ക് കൃഷി ഗ്രൂപ്പ് വഴി ഒത്തിരി നല്ല സുഹൃത്തുക്കളെ കിട്ടിയിട്ടുണ്ട്. നല്ല സുഹൃത്തുക്കളാണ് എല്ലാവരും. അത് സന്തോഷമേ ഉള്ളൂ. ദൂരെയുള്ളവരായാലും അടുത്തുള്ളവരായാലും നമുക്ക് ഓടിച്ചെന്ന് നമുക്ക് എന്തെങ്കിലും ഒരു ചെടിയോ എന്തെങ്കിലും വേണമെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് അവരോട് ചോദിക്കാം. നമ്മളെ ബന്ധുക്കളെ വീട്ടിലൊക്കെ പോയി ചോദിക്കുന്നതിനേക്കാളും നമുക്ക് ധൈര്യമായിട്ട് അവരോട് ചോദിക്കാം, ഒരു ചെടി തരുമോയെന്ന്. അതുപോലെ നമ്മുടെ ഓടിക്കുളം വിഷ്ണുനഗറിലെ ബിന്ദു ചേച്ചി എനിക്കൊരുപാട് ചെടികളും ഒക്കെ തന്നിട്ടുണ്ട്. നമുക്കെന്നാലും
നമുക്ക് ചോദിക്കാം, ചേച്ചി വീട്ടിലുണ്ടോ, ഈ ചെടിയുണ്ടോ, എനിക്ക് തരുമോ എന്ന് ചോദിക്കാനുള്ള ഒരു ധൈര്യം ഉണ്ട്. കുട്ടികളോടുള്ള സ്നേഹവും അതെ. അതുപോലെ നമ്മുടെ അനു തോമസ്, അനുവിൻ്റെ വീട്ടിൽ പോയാൽ അവിടെ എന്ത് ചെടിയുണ്ടോ എല്ലാത്തിൽ നിന്നും ഓരോന്ന് എനിക്ക് തരും. അത് പിന്നെ പ്രത്യേകം ചോദിക്കേണ്ട കാര്യമില്ല. നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം കൊടുക്കുക, അതാണ് നമുക്ക് സന്തോഷം. പിന്നെ ദൂരെയുള്ള സുഹൃത്തുക്കളായാലും ശരിയാ, എല്ലാവരുടെയും സന്തോഷം. എന്നെക്കാളും എൻ്റെ മക്കളോട് ഉള്ള സ്നേഹം അതാണ് നമുക്ക്. അവർക്ക് എല്ലാവർക്കും മക്കളോട് എന്താ സ്നേഹം. ഇത് തന്നെയാണ് നമുക്ക് ജീവിതത്തിൽ, ഇതൊക്കെ തന്നെയാണ് നമുക്ക് വേണ്ടത്. അങ്ങനെ കൃഷി നമ്മൾ ചെയ്തില്ലെങ്കിൽ പോലും നമ്മുടെ സുഹൃത്തുക്കളൊന്നും ഒരിക്കലും നമുക്ക് മറക്കാൻ പറ്റില്ല. അങ്ങനെ ആരെയും പേരെടുത്ത് ഞാൻ പറയുന്നതല്ല. എല്ലാവരും അതെ, ഒരുപാട് സ്നേഹമുള്ള ആൾക്കാർ ഒരുപാട്. ഇത് ഞാൻ അടുത്തുള്ള ഇത് പറഞ്ഞാൽ നമുക്ക് ഓടിച്ചെന്ന് നമുക്ക് ചോദിക്കാൻ പറ്റുന്നവർ. നമ്മുടെ ബന്ധുക്കളെ വീട്ടിൽ ഒരു ചെടി നിൽക്കുന്നതാണ്ട നമ്മൾ ചോദിക്കില്ല, ഞാൻ ചോദിക്കാറേ ഇല്ല. പക്ഷെ വേറുള്ളവർ അടുത്ത ഒരു ചെടി നിന്നാൽ എനിക്കൊന്ന് വേണം, അത് നമുക്ക് തരാൻ പറ്റുന്ന ചെടിയാണ്, വേണമെന്ന് തോന്നിയാൽ ഞാൻ ചോദിക്കും കേട്ടോ, ഒന്ന് തരുമോയെന്ന്. അവരെല്ലാവരും സ്നേഹത്തോടെ എനിക്ക് തരും. ഇങ്ങനെ നമ്മുടെ ഇന്ന് കിട്ടിയ 3 ക്യാബേജിൻ്റെ തൈയും നമ്മൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ സമയം കഴിഞ്ഞു, സെപ്റ്റംബറിൽ വയ്ക്കാനുള്ളതാണ്. അപ്പം ഞാൻ കുഴപ്പമില്ല, ഇലയെങ്കിലും നമുക്ക് എടുക്കാമല്ലോ. വിത്തുണ്ട്. ഞാൻ ഈ പ്രാവശ്യം, കഴിഞ്ഞ പ്രാവശ്യം വിത്ത് ഒത്തിരി മുളപ്പിച്ചു നട്ടു. ഈ പ്രാവശ്യം അതിന് മെനക്കെടുന്നില്ല. ആ സമയത്ത് നമുക്ക് വേറെ എന്തെങ്കിലും വെണ്ടയോ ഒരു 10 മൂട് വെണ്ട വെച്ചാൽ മതി കേട്ടോ. നമുക്ക് അത്യാവശ്യത്തിന് നമുക്ക് ഇഷ്ടം പോലെ വെണ്ടയ്ക്ക കിട്ടും. അപ്പം അങ്ങനെയൊക്കെയുള്ള ചെയ്യാനുള്ള പരിപാടിയാണ്. എന്തായാലും സന്തോഷമുണ്ട്.